എന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. അതൊക്കെ എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്, നിങ്ങൾക്ക് പാടിത്തരും. അപ്പോൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ വളരെ ആദരവോടെ ക്ഷണിക്കും. വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു കുട്ടിക്കാലുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. അവിടെ കുറേ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാലത്തിൻ്റെ മാറ്റങ്ങൾ ശരിക്കും നോക്കിക്കാണാൻ പറ്റി. ഞങ്ങളുടെ ചെറുപ്പ പ്രായത്ത് ഒരുപാട് ആളുകളുണ്ട് മിക്ക വീട്ടിലും. കൂട്ടുകുടുംബം എന്നാണല്ലോ പറയുന്നത്. മുത്തച്ഛനുണ്ടാവും, മുത്തശ്ശി ഉണ്ടാവും, വലിയച്ഛ വരെ ഉണ്ടാവും. അവരുടെ മക്കളൊക്കെ ആയിട്ട് 10-12 പേര് ഏറ്റവും ചുരുങ്ങിയതുണ്ട് ഒരു വീട്ടിൽ. ഇപ്പം അങ്ങനെയല്ല. പണ്ടുകുടുംബം എന്ന് പറയും 4 പേരൊക്കെ ഉണ്ടാവുന്ന ഒരു വീട്ടിൽ, അല്ലേ? ഒരമ്മയോ ഒരു അച്ചാച്ചനൊക്കെ ഉണ്ടെങ്കിൽ നന്നായി, അല്ലേ? ഒരു മുത്തച്ഛനുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ മുത്തശ്ശി ഞങ്ങൾക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കടങ്കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നാടോടി പാട്ടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നാടോടി കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നാട്ടിലെ ചെറിയ ചെറിയ ചരിത്രങ്ങളായേക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കും, എന്നിട്ട് ഓരോ പാട്ടുകളും പറഞ്ഞു തരും, ഓരോ കഥകളും പറഞ്ഞു തരും. കടങ്കഥ, പഴഞ്ചൊല്ല് ഒക്കെ അവർക്ക് വ്യത്യസ്തമായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും അത് ഉണ്ടാവും. ഇന്നത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നത്തെ കുട്ടികൾക്ക് മറ്റൊരു ഗുണം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഗുണം ഉണ്ടായിരുന്നു. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. കാരണം ഒരു കുട്ടിക്ക് അയാളുടെ കളിപ്പാട്ടങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു കാലമായിരുന്നത്. ഒരു ഒലപ്പീപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു ഒലപ്പീപ്പി ശരിയായിട്ട് ഊതുന്നവൻ്റെ അഹങ്കാരം ഒന്ന് കാണുന്നതായിരുന്നു. ശരിയായ ശബ്ദം വരുമ്പോൾ അവർ ഭയങ്കര അഹങ്കാരമാണ്. ഞാനൊക്കെ എത്ര പീപ്പി ഉണ്ടാക്കി ഊതിയാലും ശരിയായ ശബ്ദം വരണമെന്നില്ല. ചിലപ്പോൾ കാണാം ഈർക്കിൾ വളച്ച് വെച്ച് കണ്ണട വെച്ച് പോകുന്നതിൻ്റെ ഒരു ഗമ. വെറുതെ ഓല കൊണ്ട് ഒരു വാച്ച് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കിട്ടുന്ന സമയമൊക്കെ നോക്കിയിട്ട് പോകും, അല്ലേ? ചിലർ കാള കൊണ്ടും മടൽ കൊണ്ട് കാളേനുണ്ടാക്കും, എന്നിട്ട് അത് വലിച്ചു കൊണ്ടുപോകും. അവൻ്റെ ഒരു അന്തസ് കാണുന്നു. ഈ അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൻ്റെ കളിപ്പാട്ടങ്ങൾ അവനുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് അവൻ്റെ അഹങ്കാരത്തിന് കാരണം. പക്ഷേ അതൊരു എഞ്ചിനീയർ വർക്ക് കൂടി ഉണ്ടായിരുന്നു. അതിൽ ഒരു ഒലപ്പന്ത് ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ മെടന്ന് ഒരു പരുവത്തിലാക്കാം എന്നുള്ളത് അവൻ്റെ മനസ്സിൽ ഒരു പുതിയ പാഠമാണ്. ഒരു പഠിച്ചാലയിൽ എന്ന പോലെ അവൻ്റെ കൈത്തിറക്കങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നായിരുന്നു അത്. അപ്പം എന്തായാലും ആ കുട്ടിക്കാലം നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഇത് നഷ്ടപ്പെട്ടത്, കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. നമുക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കമ്പോളത്തിൽ വാങ്ങാൻ പറ്റും. മാത്രമല്ല വിദേശത്ത് പോയ നമ്മുടെ ആളുകളൊക്കെ തന്നെ പാവകളെ കൊണ്ടുവരും, അല്ലേ? നമ്മൾ പാവകളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? പണ്ട് തുണികളുടെ കുഞ്ഞി പാവകളൊക്കെ ഉണ്ടാക്കും കുട്ടികളുടെ കുട്ടികളെ ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ വരുന്ന പാവകൾ കീ കൊടുത്താൽ തുള്ളുന്ന പാവകൾ, ഒടുകൊണ്ട് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ വരെ കുട്ടികളുടെ കയ്യിലെത്തി. കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. ഞാനിത് പറയാൻ കാരണം പഴയ കാലത്ത് നിന്ന് കുട്ടികളുടെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു മുത്തശ്ശി കഥ പറയാനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പം 4ാം ക്ലാസ്സിനുള്ളിലല്ലേ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഒരുപാട് അറിവുകൾ ആ മുത്തശ്ശിയുടെ കയ്യിൽ നമുക്ക് കിട്ടും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പാഠമായിട്ട് അതൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കടങ്കഥകൾ, പഴഞ്ചൊല്ലുകൾ, നാടോടി പാട്ടുകൾ, നാടോടി കഥകൾ എപ്പോൾ കേട്ടാലും അതൊരു പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയെടുക്കണം. കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്നൊരു മക്കളുടെ ഒരു തലമുറയ്ക്കെങ്കിലും നിങ്ങൾക്ക് അത് കൈമാറാനുള്ളതാണെന്നുള്ള ബോധ്യം. പിന്നെ ബിജു മാഷ് ഒരുപാട് വലിയ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അല്ലേ? 12 മക്കളെ പെറ്റൊരമ്മ പാട്ട് പാടി തന്നു, കവിത പാടി തന്നു, അല്ലേ? അത് എഴുതിയത് ആരാന്നറിയോ? ഈ ബിജു മാഷിന്റെ അമ്മാവനാണ്, മധുസൂദനൻ നായരുടെ മരുമകനാണ് ബിജു മാഷ്. അതൊരു ഭാഗ്യം ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക്
ചിലപ്പോൾ വീട് കിട്ടുന്ന നമ്മളറിയാതെ വീട് കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ്. നമ്മൾ കൊണ്ടാടുക്കുന്ന ജീവിതത്തിലെ ഭാഗ്യങ്ങളാണ് അല്ലേ. വളരെ സന്തോഷമുണ്ട് മാഷായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഹൃദയത്തിൻ്റെ അയൽക്കാരനായിട്ട് മാറാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അറിവ്, സ്നേഹം ഒക്കെയാണ് അതിന് കാരണമായിട്ട്. അതുപോലെ കുട്ടികളോട് പറയുമ്പോൾ 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുതിർന്ന ആളുകൾ എഴുതിയിട്ടുള്ള ബാലസാഹിത്യം പരമാവധി വായിക്കണം 7ാം ക്ലാസ്സിനുള്ളിൽ. കാരണം 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ ക്ലാസിക്കുകൾ വായിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പഞ്ചേന്ദ്രം എന്തായാലും വായിക്കണം, ഇസോപ്പ് കഥകൾ വായിക്കണം, 1001 രാവുകൾ വായിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുതിർന്ന ആളുകൾ എഴുതിയിട്ടുള്ള വലിയ ചെറിയ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ ഹൃദയസ്ഥാക്കണം അല്ലേ. ഉള്ളൂരിൻ്റെ കവിതയൊന്നും മുതിർന്നവർക്ക് വലിയ കവിതയൊന്നും മനസ്സിലാവില്ല. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതുമ്പോൾ വാക്കുരുവി, വരുകുരുവി പോലുള്ള വളരെ ലളിതമായിട്ടുള്ള കവിതകൾ എഴുതും. കുമാരനാശാൻ എഴുതുമ്പോഴോ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, അത്ര ലളിതമായിട്ടല്ലേ. വൈലപ്പള്ളി ഭാഷ എഴുതുമ്പോഴോ ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലി പ്രാവേ തലതല്ലി കരയുന്നത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം എഴുതും. ഓരോരുത്തരും വലിയ വലിയ എഴുത്തുകാരൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട്. ഞാനൊക്കെ എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ 7ാം ക്ലാസ്സിലെ നോട്ടിറ്റയിൽ കുഞ്ഞിക്കൂനൻ എന്നൊരു പുസ്തകമായിരുന്നു, പി നരേന്ദ്രനാഥിൻ്റെ. അത് ചേച്ചി ഉറക്കെ വായിക്കും. ഭാഗ്യത്തിനന്ന് TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി ഉറക്കെ ആ കഥ വായിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ കേൾവിക്കാരായിട്ട് ഇന്ന് TV കാണാതിരിക്കുന്നത് പോലെ ഇരിക്കും അമ്മ അടക്കമുള്ള ആൾക്കാർ. കാരണം ആ കഥയുടെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ബാലസാഹിത്യമാണ്. ഇതിങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ കുഞ്ഞിക്കൂരൻ്റെ യാത്രകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടത്. കുത്തനെയുള്ള പാറയിടുക്കളിലേക്ക് പോകുന്ന യാത്രകൾ, വാഴപ്പിണ്ടിയിൽ ഇങ്ങനെ വഞ്ചി തോണിയിൽ പോകുന്നത് പോലെ പോകുന്ന യാത്രകൾ, അതൊക്കെ ഇങ്ങനെ വളരെ അത്ഭുതത്തിൽ അല്ലേ. കരയുടെ അടുത്ത് കരയും. ഇത് കേട്ടിട്ട് നമ്മൾ കരയുടെ അടുത്ത് കരയും, ചിരിക്കൻ്റെ അടുത്ത് ചിരിക്കും, വിസ്മയം കൊള്ളിടത്ത് വിസ്മയം കൊള്ളും എന്നൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറി. അപ്പോൾ എനിക്ക് തോന്നി വേറെ പുസ്തകങ്ങൾ വായിക്കണമല്ലോ തോന്നി. അങ്ങനെയാണ് വായിക്കാൻ 7ാം ക്ലാസ് തൊട്ട് പുതിയ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു വിചാരം ഉണ്ടായത് അല്ലേ. മാഷ് പറഞ്ഞു, കുഞ്ഞിനി മാഷ് അല്ലേ. കുഞ്ഞിനി മാഷാണ് കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരെ വായിക്കാതെ വളർന്നാൽ വളയും, വായിച്ചു വളർന്നാലേ വിളയൂ, വളയാതെ വളർന്ന് വിളയുകയും വിളങ്ങുകയും വേണമെങ്കിൽ വലിയ വായന തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് വലിയ വായന ആൾ പറയുന്നുണ്ട്. ആകാശത്തോളം വലിപ്പുള്ളതാണ്, ഈ കെട്ടിടത്തോളം കുന്നോളം വലിപ്പുള്ളതാണോ? അങ്ങനെയല്ല. പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഓരോ തരത്തിൽ വായിക്കുന്നതാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ വായനയുടെ വികാസത്തിലേക്ക് കടക്കുക. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അക്ഷരമേ നിന്നെ എനിക്ക് ഇഷ്ട പിടിച്ചു, നിന്നിൽ അരമുള്ളത് കൊണ്ട്. അക്ഷരം എന്ന് എഴുതുമ്പോൾ അതിൽ ഒരു അരമുള്ളത് നമ്മളാരും കണ്ടില്ല. ചില ആളുകൾ അത് കണ്ടെത്തും അല്ലേ. അക്ഷരം, ആ അരമാണത്രേ നമ്മുടെ മനസ്സിനെ രാഗി പരുവപ്പെടുത്തി നമുക്ക് മനസ്സ് സംസ്കരണം സാധ്യം, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് അക്ഷരമാണെന്നുള്ളതാണ് അല്ലേ. നശിക്കാത്ത ഒന്നാണ് അക്ഷരം അല്ലേ. അപ്പോൾ വലിയ വലിയ ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമുള്ളത് അല്ലേ, ആവശ്യമുള്ളത് എന്തായാലും നമ്മൾ ഓർത്ത് വയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ ഒരു കാര്യം, വൃത്തല്ലെങ്കിലും വേണ്ടില്ല, വൃത്തി ഉണ്ടാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കവിത എഴുതുമ്പോൾ നമുക്ക് ഒരു വൃത്തത്തിൽ എഴുതി കളയാം അല്ലേ. ഒരു കവിത കേകയിൽ എഴുതി കളയാം എന്നൊന്നും വിചാരിക്കണമെന്നില്ല. എഴുതി വരുമ്പോൾ ഒരു പക്ഷേ കേകയാവും അത്. എനിക്ക് അറിയൂടില്ല കേക എന്താണെന്ന്. ഇപ്പം ഞാനൊരു കവിത എഴുതിയാൽ വീണയും കുടമെന്നാണ് എൻ്റെ പേര്. ഞാൻ ആദ്യം അത് കേൾപ്പിച്ചു കൊടുത്ത രാമചേട്ടനാണ്. കവിത എങ്ങനെയാണ്? വീണയും കുടവുമായി പാടുവാൻ വരാറുണ്ട് വള്ളുവനാട്ടിൽ നിന്നും പുള്ളോനും പുള്ളൊത്തിയും അകലെ നിളാനദിക്കരയിൽ നിന്നെത്തുന്ന ഇളകും തെന്നൽ തൊട്ട് ഓമനിച്ചവരെത്തും. രവണയുടെ അടുത്ത് എങ്ങനെ ഉണ്ടെന്നുള്ള ഞാൻ നിന്ന് രവണയുടെ അടുത്ത് കേകയാണല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ച് ശരിയത് കേകയാണ്. വീണയും കുടവുമായി പാടുവാൻ വരാറുണ്ട് വള്ളുവാനാട്ടിൽ നിന്നും ഉള്ളോരും പുള്ളോത്തിയും അകലെ നിളാനദി കരയിൽ നിന്നെത്തുന്ന ഇളകും തെന്നൽ തൊട്ട്
ഒമനിച്ചവരത്തും കറക്റ്റ് കേക്കല്ലേ, അതങ്ങനെയാ കേക്ക. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കാൻ വൃത്തം വരും അല്ലേ, രാഗം ഉണ്ടാവും. പഴയ കാലത്ത് പഴയ ആളുകൾ വൃത്തം അത് പാട്ടൊന്നും രാഗമൊന്നും അവർക്ക് അറിയൊന്നുമില്ല. പക്ഷെ പിന്നീട് അവർ പാടിയ പാട്ടുകൾക്കൊക്കെ രാഗം ഉണ്ടെന്നും ആ രാഗത്തിന് ഓരോ പേര് ഉണ്ടെന്നുള്ളത് അറിഞ്ഞു ഈ ടീച്ചർ പറഞ്ഞിരുന്നത്. കാരണം നമുക്ക് വിസ്മയാവില്ലേ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉയർന്ന തലത്തിലുള്ള തുയിലുണർത്ത് പാട്ടുകാരുണ്ട്. അവരെപ്പോലെ കേരളത്തിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ആ പാട്ട് കേട്ടിട്ട് ഞാൻ ഇന്നുമല്ല, ആ പാട്ട് പാടാൻ വരുന്ന സമയത്ത് ഞാനായിരിക്കും ആദ്യം എഴുന്നേൽക്കുക. ഒരു 10-12 മണി കഴിഞ്ഞിട്ടൊക്കെ വരും. ഞാൻ ഉറങ്ങാണ്ട് കിടക്കി പാട്ട് ഉടുക്ക് കുട്ടിട്ട് പാടുവര്. അച്യുതാ തുയിലുണരണം ഗോവിന്ദ ഹരി തുയിലുണരണം ഗോപാല ഹരി തുയിലുണരണം ഉണ്ണികൃഷ്ണ ഉണരുക. അങ്ങനെ പാടി തുടങ്ങും. 100 കൂടത്തിലെ വിത്താലും പിന്നെ പുതുമുറത്തിലെ നെല്ലാലും വിത്താലൊരു പിടി വാരുന്നു അമ്മ മുറത്താലൊരു മുറം കോരുന്നേ. അങ്ങനെ പറയുമ്പോൾ അതിന് രാഗം എടുക്കുന്ന രാഗം ഉണ്ടാവില്ല. ഇത് എല്ലാവരും രാഗം ഉണ്ടായി. അതൊക്കെ പുതിയ ആളുകൾ, സവർണരായ ആളുകൾ അതൊക്കെ അടയാളപ്പെടുത്തും. രാഗം പണ്ടും ഉണ്ടായിരുന്നു അല്ലേ. ആദ്യം സാഹിത്യം ഉണ്ടായത്, കലയുണ്ടായത് ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കുന്നവന്റെ ഭാഗത്തു നിന്നാണ്. നാട്ടിൽ മുഴുവൻ പാട്ടുണ്ടായി. അവന് പണിയെടുക്കുമ്പോൾ അവന് സന്തോഷം ഉണ്ടാകുന്നത് പാട്ട് പാടിയില്ലേ. ഞാറ് നടുമ്പോഴാണ് പഴയ കാലത്ത് നമ്മളൊക്കെ പാട്ട് കേട്ടിട്ടുള്ളത് പാടത്തുനിന്ന് അല്ലേ. വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കുരുത്തോരയായതിൻ വർണ്ണം പോലെയെന്ന് പഴയ കാലത്ത് പാടങ്ങളിലൊക്കെ മുത്തശ്ശിമാരും ചേച്ചിമാരൊക്കെ ഞാറ് നടുമ്പോൾ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ ഞാറ് നടുമ്പോൾ അതിൻ്റെ താളത്തിൽ ഞാറ് നട്ട് പോകും. പാട്ടോട് കൂടിയിട്ടാണ് അല്ലേ. കൃഷിക്ക് ഓരോ കൃഷി പഠിക്കും ഓരോ പാട്ടുകളുണ്ടെന്നുള്ളതാണ് അല്ലേ. ഞാറ്റുപാട്ടുണ്ട്, വെള്ളം തേക്കുമ്പോൾ തേക്ക് പാട്ടുണ്ട്, കൊയ്ത്ത് പാട്ടുണ്ട്, പറയും നിറയ്ക്കുമ്പോഴും പാട്ടുണ്ട്. അപ്പൊ കൃഷിയിൽ നിന്ന് അല്ലെങ്കിൽ അധ്വാനത്തിൽ നിന്നാണ് പാട്ടുകൾ അല്ലേ. ഇപ്പൊ നമ്മൾ വണ്ടി ഉന്തി പോകുന്നവര് കുറവാണ് നമ്മൾ കണ്ടിട്ടില്ല. ലൈസ വെള്ളം തുഴഞ്ഞപ്പോ അപ്പോഴും അതിനും താളമുണ്ട് അല്ലേ. അതുപോലെ വഞ്ചിപ്പാട്ടുണ്ട് അല്ലേ. വഞ്ചിപ്പാട്ട് തക അല്ലേ. കുട്ടനാടൻ കുഞ്ചായിലെ കൊച്ചു പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പാടും അല്ലേ. ആ താളത്തിലാണ് കുജാലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ. കണ്ടാലെത്ര കഷ്ടം എത്രയും മോഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തെറ്റോടുത്തിട്ട് തരിയ ഭൂമിട്ടെ. വഞ്ചിപ്പാട്ട് നടത്തില്ല. നമുക്ക് വേറെ ഇതിൽ പാടല്ലേ. കണ്ടാലെത്ര കഷ്ടമെത്ര മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റൊടുത്തിട്ടു തരിയ ഭൂമിട്ട്. പണ്ട് പദ്യോച്ചാരണത്തിന് മിക്കതും ബസ്സിട്ട് ഞങ്ങളുടെ കാലത്ത് ഈ പാട്ടിനാണ് അല്ലേ. അതുപോലെ അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ചാക്യക്ഷീണദേവൻ ധർമ്മരശ്മി ചൊരിയുന്നാളിൽ ഉത്തര മധുര പൂരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീതി തൻ കിഴക്കരികെ കാളിമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിലർന്നക താളിരുന്നാൽ കാണും ചെറു മതിലിനുള്ളിൽ. അവിടെ ഇത് മധുരനാണ് ഈ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ നമുക്ക് പാടി തന്നിട്ടുള്ളത്. അതിൽ കുമാരനാശാന്റെ കരുണ എന്ന കൃതിയാണ് അല്ലേ. അനുപമകൃപാനിധി അഖില ബാന്ധവൻ ചാക്യക്ഷീണദേവൻ ധർമ്മരശ്മി ചൊരിയുന്നാളിൽ. അങ്ങനെയാണ് അതിന്റെ വൃത്തം. ശരിക്കും നമുക്ക് പല വൃത്തങ്ങളും നമുക്ക് നന്നായി ചൊല്ലാനും പറ്റുന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് തന്നെ അതിൻ്റെ താളം നോക്കി രാഗം നോക്കി പഠിക്കുന്നത് നമുക്ക് പിന്നീട് വളരെ ചെറിയ ക്ലാസ് തൊട്ട് ഒരു കവിത കിട്ടിയാൽ അത് നന്നായി ചൊല്ലി പഠിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് തോന്നും ഏയ് ഇങ്ങനെ പോകാൻ നല്ലതെന്ന് തോന്നും. അതായിരിക്കും അതിൻ്റെ ശരിയായ താളം. നമ്മുടെ മനസ്സാണ് ആ താളത്തെ നിയന്ത്രിക്കുന്നത്. ഓരോ വരി നമുക്ക് വെറുതെ പറഞ്ഞാലേ അതിൻ്റെ താളം കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പം തൊട്ട് വായനയിലേക്ക് നമ്മളിപ്പോൾ കടന്നാൽ നമുക്ക് ഇനി ഒരുപാട് വായിക്കാനുണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ചരിത്രം അറിയണം. എഴുത്തിൻ്റെ മാത്രമല്ല, നമ്മളെവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കണം. നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്ന് അന്വേഷിക്കണം. പോയ കാലത്ത് നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. നമ്മളെവിടെ നിന്നാണ് വന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടെന്ന ഒരു വലിയ ദിശ നമുക്ക് തെളിഞ്ഞു കിട്ടുക അല്ലേ? നമ്മൾ പലതും മറന്ന് പോകാറുണ്ട്. എന്തായാലും നമുക്ക് അക്ഷരം തന്ന, അറിവ് തന്ന ഗുരുനാഥന്മാരെ പോലെ ഉള്ളവരെ, അന്നം തന്ന മാതാപിതാക്കളെ ഒക്കെ എന്നും ഓർക്കുന്ന മക്കളായിട്ട് വളരണം എന്നുള്ളത് നമുക്ക് പുതിയ കാലം ആവശ്യപ്പെടുന്ന ഒന്നായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെയൊന്നല്ല. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ യാതൊരു വേദനയില്ല. നിങ്ങൾ അക്ഷരത്തെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മക്കളായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ആളുകളായിട്ട് മാറണം. അതിർത്തിയിൽ യുദ്ധം നടക്കണം അല്ലേ? എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഇന്ത്യ കുറേ ആളുകൾ അവിടെ കൊന്നു, പാകിസ്ഥാൻ ഇവിടെ കുറേ ആളുകളെ കൊന്നു എന്ന് പറയുമ്പോൾ യുദ്ധം ഇല്ലാതിരിക്കലാണ് നമുക്ക് വേണ്ടത് അല്ലേ? കുഞ്ഞിന് മാഷ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അണുവിലെ പ്രാണനും ആനയിലെ പ്രാണനും ഒന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ല പാകിസ്ഥാൻ തീവ്രവാദികളോട് വന്ന് നമ്മുടെ കുറേ 17 പേരെ കൊന്നു. നമ്മൾ അവരെ സ്പോട്ടിൽ പോയിട്ട് നമ്മൾ അവരെ തകർത്തു. അതുവരെ ശരിയാണ്. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അവർ ശ്രദ്ധിക്കണം. മരിച്ച് പോകുന്ന ആളുകൾ ഒക്കെ ആരായിരിക്കും? മനുഷ്യരായിരിക്കും. ഇതൊന്നും അറിയാത്ത ആളുകൾ, അതിരുകളറിയാത്ത ആളുകളായിരിക്കും മരിച്ചു വീഴുന്നത്. കുഞ്ഞു മക്കളായിരിക്കും, കുഞ്ഞു മക്കളുള്ള അമ്മമാരായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ യുദ്ധം വേണ്ട എന്നുള്ളൊരു മുദ്രാവാക്യം കൂടി പുതിയ കാലത്ത് ഇനി വരാൻ പോകുന്ന വിപത്തുകൾ നമ്മൾ യുദ്ധ അവലേന്നാണ് നമ്മളുടെ ഉള്ളുകൊണ്ടുള്ള ഒരു ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നല്ലവരൊക്കെ വിചാരിക്കുക. നിങ്ങളും അങ്ങനെ തന്നെയാവും വിചാരിക്കുക. കാരണം അതിൻ്റെ കെടുതികൾ നമ്മൾ പലപ്പോഴും വായിച്ചറിഞ്ഞ് ഒരു കാലത്ത് അനുഭവിച്ചു അറിഞ്ഞ ആളുകളാണ് ഇന്ത്യക്കാർ, മറ്റുള്ള ആളുകളൊക്കെ തന്നെ. അങ്ങനെ അവരെ കാലത്തൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത്, നമ്മുടെ എഴുത്തുകളൊക്കെ തന്നെ, പോയ കാലത്തെ എഴുത്തുകളൊക്കെ തന്നെ, കഥയായാലും കവിതയായാലും അത് ഒരുപക്ഷെ ഭക്തി നിർഭരായിരിക്കും, അല്ലെങ്കിൽ രാജാക്കന്മാരെ വർണ്ണിക്കുന്ന കഥകളായിരിക്കും, അല്ലെങ്കിൽ അതുപോലെയുള്ള മേലെ തട്ടിലുള്ള ആളുകളെ മാത്രം സാധാരണ മനുഷ്യരിവിടെ ഉണ്ടെന്നുള്ളൊരു ബോധമില്ലാതെയായിരുന്നു പഴയ കാലത്തെ സാഹിത്യം മുഴുവനും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എഴുതി തുടങ്ങാൻ കുറേ ആളുകൾ തീരുമാനിച്ചു അല്ലേ? ആധാര ഭാഷയിലും അന്യഭാഷയിലും എഴുതിയ ആളുകൾ നമുക്കുണ്ടായി. നമുക്കറിയാം ഒരുപാട് വലിയ മനുഷ്യർ. അടുത്തിടെയാണ് നമ്മുടെ MT വാസുദേവൻ നായർ അന്തരിച്ചത്. അദ്ദേഹം മലയാള സാഹിത്യത്തിനെ എത്രമാത്രം വായിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് അനുഭവമാണ് അല്ലേ? MTയുടെ കഥകളെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ ഇത് തറവാട്ടുവക നടത്തും അങ്ങനെയൊക്കെ വിചാരിച്ചു. അല്ല, അവരുടെ ഉള്ളിലുള്ള നാലുകെട്ടിനകത്തുള്ള വേദനകളാണ് അതിലധികവും അല്ലേ? നമുക്ക് കുട്ടിടത്തിനും എഴുത്തിനൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന കഥകളാണ് അതിലുള്ളത്. ശരിക്കും MT വായനയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ഗൂഡല്ലൂരിന്ന് നാട് ശരി MTയുടെ നാട് ഗൂഡല്ലൂർ തന്നെയാണ്. പെട്ടെന്ന് തെറ്റരുതല്ലോ. അവിടെ നിന്ന് പൊന്നുയറപ്പുറത്തേക്ക് വരും, മാധവക്കുട്ടി കിടക്കുന്ന നാട്ടിലേക്ക് വരും. എന്തിനാണ് വരുന്നറിയോ? നടന്നിട്ട് കുറ്റിപ്പുറത്തുനിന്ന് പൊന്നുയറപ്പുറത്തേക്ക് വരുന്നൊരു ദൂരം നിങ്ങൾ നടന്നു വരുന്നൊരു കാലം വായിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പുസ്തകങ്ങളുണ്ടാവും ഇവിടെ വന്നാൽ. അങ്ങനെ കഷ്ടപ്പെട്ട് വായിച്ചിട്ടാണ് ഒരാൾ അന്നത്തെ കാലത്ത് വായിക്കാൻ വേണ്ടിയിട്ട് എത്രയും നടന്ന ആളുകൾ വേറെ ഉണ്ടാവില്ല. നമുക്ക് ആലോചിച്ചിട്ട് തോന്നും അല്ലേ? അങ്ങനെയാണ് MT അദ്ദേഹത്തിൻ്റെ ഭാഷ കണ്ടെത്തിയത്. അതുപോലെ കരൂര്, SK പൊറ്റക്കാട്, പൊൻകുന്നം, വർക്കി
ഇവരൊക്കെ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വായിച്ചു തുടങ്ങിയത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളാണ് അധികം അല്ലേ, വളരെ ലളിതമായിട്ട് അല്ലേ, പഴയ കാലത്തെ ഒരു ശീലമില്ലാണ്ട് ഏറ്റവും നാട്ടുഭാഷയിൽ വർത്തമാനം പറയുന്ന രീതിയിൽ അല്ലേ. പാത്തുമ്മയുടെ ആട് പെറ്റു, 3 കുഞ്ഞുങ്ങൾ, 3 സുഖമായിട്ട് കഴിയുന്നു അല്ലേ. അത്ര ലളിതമായിട്ട് കഥകൾ എഴുതി അല്ലേ. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചാൽ അനുഭവത്തിൻ്റെ കഥകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആട്, കോഴികൾ, ഇതൊക്കെ നമ്മൾ കഥ വായിക്കുമ്പോൾ അങ്ങനെ പറന്നും ഓടിയും നടന്നും ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറും എന്നുള്ളതാണ്. അപ്പോൾ അക്കാലത്ത് ഒരുപാട് കഥകൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മളെ ആ കാലത്ത് പഴയ കഥകൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചരിത്രം അറിയാം അല്ലേ. നമുക്ക് പല കാര്യങ്ങളും കിട്ടുക. അപ്പോൾ ഞാൻ നാളെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചു, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മളറിയാത്ത ചരിത്രങ്ങൾ ചിലപ്പോൾ അതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. ധീരന്ത് മജുദ്ദാരുടെ അമ്മയ്ക്ക് 90 വയസ്സായി. അവർ 9 മക്കളെ പറ്റും. 5 മക്കളെ ഇന്ത്യക്ക് വേണ്ടി, 4 മക്കളെ പാകിസ്ഥാനും വേണ്ടി ബലി കൊടുത്തു. അതൊന്ന് പറയുന്നത് വിഭജന കാലഘട്ടമായിരുന്നു. അത്രയും കൊല്ലം മുന്നത്തെ ഒരു കഥയാണത്. പക്ഷെ അമ്മയ്ക്ക് ഇന്ത്യയിൽ കിടന്ന് മരിക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അവർ പറയാണ്, നിങ്ങൾ അറിയുമോ എൻ്റെ മകൾ മിന്നിധയെ, അവളുടെ ഉറ്റ തോഴിയാണ് ലൈല. കണ്ണീര് കണ്ടാൽ വിതുമ്പും, രക്തം കണ്ടാൽ തല കറങ്ങും. ആ കുട്ടിയാണ് ചാർത്തഹയിലെ യൂറോപ്യൻ ക്ലബിന് ബോംബെറിഞ്ഞ് പൊട്ടാസ്യം സൈനൈഡ് നിന്ന് മരിച്ചത്. അവരുടെയൊക്കെ രക്തത്തിൽ തീർത്ത സ്വാതന്ത്ര്യമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്നത്. നമ്മൾ വളരെ ഉഷാറല്ല, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പൈസ കൊടുത്ത തിയേറ്ററിലൊക്കെ ഒരുമിച്ചിരിക്കുക അല്ലേ. കല്യാണ വീട്ടിൽ പോയിട്ട് നമുക്കൊക്കെ നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. പോയ കാലത്ത് അതൊക്കെ അനുവദിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ. എല്ലാ വഴിയിലൂടെയും എല്ലാവർക്കും നടക്കാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. കീഴാളരെന്ന് പറയുന്ന പഴയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്ത കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അവിടെയാണ് അയ്യങ്കാളി എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ മനുഷ്യ കുട്ടികളല്ലേ, അവർക്ക് സ്കൂളിൽ പോകണ്ടേ, അവർക്ക് അക്ഷരം അറിയണ്ടേ, അവർക്ക് അറിവ് നേടണ്ടേ, അവർക്ക് ലോകം എന്താണെന്ന് മനസ്സിലാവണ്ടേ, അത് അക്ഷരത്തിലൂടെ അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. എവിടെയാണെന്നറിയോ? ഒരു സവർണ സ്കൂളിൽ എന്നിട്ടാണ് ചോദിച്ചത്. അയാളുടെ കയ്യിൽ കുട്ടിയും കൊണ്ടാണ് പോയത്. ആ മോളുടെ പേര് പഞ്ചമി എന്നായിരുന്നു. അവളെവിടെ ചേർക്കണമെന്ന് പറഞ്ഞു. അവിടെ അന്ന് വരെ ഒരാളും പറയാത്തൊരു കാര്യമാണ് അയ്യങ്കാളി പറഞ്ഞത്. പക്ഷെ അയ്യങ്കാളി അവർ തല്ലാനൊന്നും പോയില്ല. അതിന് വേറൊരു കാരണമുണ്ട്. അയ്യങ്കാളി അല്പം മസൽ പവറുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കളരിഭ്യാസം അറിയായിരുന്നു. അതുകൊണ്ടാണ് അയാൾ തല്ലഞ്ഞത്. തിരിച്ചിട്ടെന്ന് അറിയാം അടിച്ചാൽ. പിന്നെ സാധാരണ കീഴാളർക്ക് നടക്കാൻ പറ്റാത്ത വഴിയിലൂടെ ഈ വഴി കൂടെ ഹരിജനങ്ങൾ നടക്കരുതെന്ന് പറയാമെന്ന് പാടില്ല. അവരുടെ പറമ്പ് കളയ്ക്കുന്നതും അവരുടെ നെല്ല് വിധിക്കുന്നതും അവരുടെ അറ നിറയ്ക്കുന്നതും ഒക്കെ ഈ അവർണരായിരിക്കും. പക്ഷെ അവർക്ക് ഈ വഴിയിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറയാം. ആ വഴിയിലൂടെ വില്ലുവണ്ടി പായിച്ചു പോയ ഒരാളായിരുന്നു അയ്യങ്കാളി. ഇതൊക്കെ എന്തിനാ പറയുന്നത്? സാഹിത്യമൊക്കെ അല്ല, ഇത് ചരിത്രമാണ്. നമ്മൾ പേരെടുത്ത് മുന്നിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ നമ്മളത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നതെന്ന് പോലും ചിന്തിച്ചിട്ട് വേണം നമ്മൾ പേരെടുക്കുമ്പോഴും അതൊക്കെ ആലോചിക്കണം, ഇതൊക്കെ ആലോചിക്കണം. അത്ര സ്നേഹമുള്ള ചിന്തകളാണ് എഴുത്തിനെ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നത്. അപ്പോൾ എഴുത്തിലും ജീവിതത്തിലൊക്കെ തന്നെ നമ്മൾ പുറത്തേണ്ടത് സത്യസന്ധതയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുത്തിൻ്റെ ഒരു ഗുണം, അതിലൊരിക്കലും വർഗീയതയെ നന്നാക്കി എഴുതാൻ പറ്റൂല. അയാൾ വലിയ വർഗീയതയ്ക്കായിരിക്കും അല്ലേ, പക്ഷെ വർഗീയത നല്ലതാണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റൂല. അയാൾ ലോകത്തിൽ അയാൾ അത് സാഹിത്യമാവില്ല, ഇതെല്ലാവർക്കും അറിയാം. എപ്പോഴും വീണ് കിടക്കുന്നവനെ കൈപിടിച്ച് ഉയർത്താനാവണം നമ്മുടെ എഴുത്തുകൾ മുഴുവനും അല്ലേ. സ്നേഹം കൊണ്ടേ സൃഷ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്നേഹമാണ് ഒരു സൃഷ്ടിയുടെ ആദ്യ പൊരുൾ എന്ന് നമ്മൾ അറിയണം. സ്നേഹമില്ലാത്ത ഒന്നിനെയും എഴുത്ത്
ആദരിക്കില്ല, അനുസരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ സിനിമയിൽ പാട്ടെഴുതിയിട്ടുണ്ട്. 140ഓളം പടത്തിൽ പാട്ടെഴുതി കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ കാരണമായത് നമ്മുടെ ചെറുപ്പത്തിലെ ഇതിനോടൊക്കെയുള്ള നാടും പാട്ടിനോട്, നാട്ടിലെ പാട്ടുകളോട്, അതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട പാട്ടുകളോട്, അതിലുപരി നമ്മുടെ സ്കൂളിലെ സഹവാസങ്ങൾ, നമ്മുടെ അധ്യാപകർ, അവരൊക്കെ തന്ന സ്നേഹവും അറിവൊക്കെയാണ് നമ്മളെ പാട്ടുകളെ പ്രേരിപ്പിച്ച്. ഇപ്പോൾ ബിജു ഭാഷ പറഞ്ഞല്ലേ, ബിജു ബാലകൃഷ്ണൻ സാറ് പറഞ്ഞൊരു കാര്യം, സാറാണ് അതിൽ വലിയ പ്രശ്നമാണത്. നാടാർ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ ഭാഷയില്ല, അന്നത്തെ ഭാഷ എന്താണെന്ന് ആ സിനിമയ്ക്ക് എഴുതി കൊടുത്തതാണ് ബിജു ബാലകൃഷ്ണൻ ഭാഷ. അതുപോലെ തന്നെ എനിക്കതിൽ ഏനുണ്ടോടി അമ്പിളിച്ചതല്ല, എനിക്ക് പാടാൻ അറിയില്ല, നമുക്ക് പഠിച്ച തരായിരുന്നു അല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ, ഏനീതൊന്നും അറിഞ്ഞതേയില്ലെൻ്റെ പുന്നാരപ്പൂങ്കുയിലേ. ഇപ്പോൾ വിചാരിക്കണ്ട ഈ പാട്ട് ഇങ്ങനെ പാടലേത്, ഇത് നന്നായി പാടിയിട്ടാണ് സിത്താർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് കിട്ടിയത്, ബ്രഹ്മാനന്ദ പുരസ്കാരം അല്ലേ, പഴയ കാലത്തെ ഗായക തിരുവനന്തപുരത്ത് നിന്ന് ബ്രഹ്മാനന്ദ പുരസ്കാരം. സുധീഷ് ചേട്ടനൊക്കെ ആയിരുന്നു ജനിച്ചു. അവർ ഉറുമിയിലെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആരാന്ന ആരാന്ന ഒത്തുപിടിക്കണത് ആരാന്ന, തീയാടാൻ തിറയാടാൻ മാണികകാവിൽ ഉറഞ്ഞാടാൻ, ഓരാന്നേ ഓരാന്നേ കൂട്ടിന് വന്നത് ഓരാന്നേ, വന്നോരും പോയോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്, കതിരെല്ലാം കെട്ടണ കെട്ടണ പതിരെല്ലാം പാറ്റണ പാറ്റണ കെട്ടണ പാട്ട്. അതുപോലെ ഒരു പൃഥ്വിരാജിന് പാട്ട് പാടിയിട്ടുണ്ടായില്ലേ, വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്ക് തിത്തൈച്ചോടും, ആ പാട്ട്. അതുപോലെ പ്രബുദ്ധം അങ്ങനെ ഒറ്റക്കുന്ന ഡാൻസയുടെ ഒരു പാട്ടുണ്ടായില്ലേ, തെളുതേളെ പൂമാന പന്തലീലല്ലോ അണിയാണി അണിയാലേ ഉഴുതുമാറിച്ചേ മണ്ണീനെ മാറോട് ചേർത്തു, ആ പാട്ട്. അതുപോലെ അന്യരില്ലാത്തൊരു ലോകം, അതാണ് നമ്മൾ മുടി വെച്ചത്, അന്യരില്ലാത്ത ഒരു ലോകം ഉണ്ടാക്കാനായിരിക്കണം നമ്മുടെ എഴുത്ത്. അതുപോലെ വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം പാട്ടിട്ടുണ്ടാ, കണ്ണേ നിന്നെ കാണാൻ വന്നു ഞാന്, ഓരോ കടക്കഥകൾ കിട്ടോ പാട്ട്, ഓരോ കടക്കഥകൾ പാടി, ഓരോ പല മുഖങ്ങളായി ഒരു തീരം ദൂരെ ദൂരെ വെയിൽ ചില്ല, അങ്ങനെ കുറെ അങ്ങനെ കുറെ സമയമില്ല. അതൊക്കെ അറിയില്ല, അത് പാടാൻ. കണ്ണോട് കണ്ണായിടാന്നുള്ള പാട്ടുണ്ട്. ഓളങ്ങളിൽ വേറെ ജോബിൻ്റെ ഒരു പാട്ടുണ്ട്, അത് ഭാവം എന്നാണ് പാട്ടിൻ്റെ പേര്. ജോബിൻ്റെ ഏതാണ്ട് 80% പാട്ട് സിനിമയിൽ 4 പാട്ട് ഉള്ളവൻ്റെ, ബാക്കി ആൽബത്തിലെ ഏതാണ്ട് പാട്ടുകൾ ഞാൻ തന്നെ എഴുതിയിട്ടുള്ളത്. അതിലൊന്നാണ് ഭാവം. മുടിയാട്ടും കടലും കണ്ടേ കലിയാടണകാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ ഓരത്തൊരു മഴവില്ലുണ്ടേ, അങ്ങനെ ചാരത്തൊരു അങ്ങനെ പാടും. കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞ്, അതല്ല അതിൽ പ്രധാനത്താണ്. വമ്പന്മാർ നമ്മളിലുണ്ട് വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം. വമ്പന്മാർ നമ്മളിലുണ്ട് വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടൂറ്റം കൊള്ളാം
ഞാനെന്ന ഭാവം മാറ്റാം. നമ്മൾ പേരെടുക്കുമ്പോൾ, കഥ എഴുതാനായിട്ട് കവിത എഴുതുന്നതിന് പേരെടുക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ മുന്ന് കവിത എഴുതിയ അല്ലേ ഒരുപാട് വലിയ മനുഷ്യരുണ്ട് അല്ലേ. ആളന്തി രാഗത്തിലല്ലോ ചെറുശ്ശേരി ആരോമൽ കൃഷ്ണപ്പാട്ടൂട്ടിനായം, പാട്ടിന്റെ രാഗങ്ങൾ അങ്ങനെയാകണം, കേൾപ്പോരെ മോളിലേക്കുന്തിടണം അല്ലേ. അതായത് ആളുന്തീരകത്തിരല്ലേ ചേറുശ്ശേരി ആരോമൽ കൃഷ്ണപ്പാട്ടൂട്ടിനായം, പാട്ടിന്റെ രാഗങ്ങൾ അങ്ങീനേയാകണം, കേൾപ്പോരെ മോളിലേക്കുന്തിടണം. കേൾപ്പോരെ മോളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ളതായിരിക്കട്ടെ നമ്മുടെ സാഹിത്യം. ഇത്ര നേരം എൻ്റെ വർത്തമാനം കേട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ സ്നേഹം നമ്മൾ വെക്കുകയാണ്. നന്നായിട്ട് എഴുതുക, എല്ലാവരും സ്നേഹിക്കുക. എല്ലാവരും എന്നെപ്പോലെ തന്നെയാണല്ലോ അപ്പുറത്തിരിക്കുന്ന ആൾ, എന്നെപ്പോലെ വ്യസനങ്ങളുള്ള ഒരാളായിരിക്കുമല്ലോ, മോഹങ്ങളുള്ള ഒരാളായിരിക്കുമല്ലോ അപ്പുറത്തൊരാളെന്ന് വിചാരിക്കുക നമുക്ക് അല്ലേ. അങ്ങനെ ജീവിക്കുക, എല്ലാവരും സ്നേഹിക്കുക, കഴിയുന്നിടത്തോളം സ്നേഹിക്കുക. ഇനി ആരെങ്കിലും നമ്മൾ എതിർക്കാമെന്ന് കുറിച്ച് ആലോചിക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ശത്രു മാത്രമാവും. അപ്പം അല്ലേ അവരെ കൊല്ലുന്നൊക്കെ വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല, അവരെ ഇടിക്കണം എന്നൊക്കെ വിചാരിക്കുക. അത് നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിലുള്ള കാരണമാണ്. അയാൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അയാൾക്ക് സമാധാനമായി നമുക്ക് സമാധാനമായി. നല്ലവരല്ലേ രാമനേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ലവരല്ലേ നമ്മൾ നല്ല കാലം വരും.